രക്തദാന ക്യാമ്പും രക്തദാന മേഖലയിലെ മികച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും സംഘടിപ്പിച്ചു. CCS രക്തബന്ധവും കളമശ്ശേരി കുസാറ്റ് NSS യൂണിറ്റ് 5ഉം IMA ആലുവ സംയുക്തമായി രക്തദാന ക്യാമ്പ്, വിദ്യാർത്ഥി ബ്ലഡ് കോർഡിനേറ്റർമാർക്കുള്ള ആദരവും കളമശ്ശേരി കുസാറ്റ് ഹാളിൽ നടന്നു. രക്തദാന ക്യാമ്പും അവാർഡ് വിതരണ യോഗവും വൈസ് ചാൻസലർ ഡോക്ടർ PG ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അവർ വിപുലമായിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൊടുക്കുന്ന രീതി ശരിയല്ല. നിങ്ങളൊരു മോഹിനിയാട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന് 2% മാർക്ക് മാത്സിന് കൊടുക്കുന്നത് രീതി ശരിയല്ല. നിങ്ങൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ കൂടി ചേർന്നുകൊണ്ട് ഒരു മാർക്ക് ഒരു ക്രെഡിറ്റ് വെക്കുക. ആ ക്രെഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെയും അതിന്റെ ആക്ടിവിറ്റീസിന്റെയും പിൻബലത്തിൽ അതിന് ക്രെഡിറ്റ് അക്വയർ ചെയ്യുക, അതിന് ഒരു റിപ്പോർട്ട് കൊടുക്കുക. ആ രീതിയിൽ ഇതിനെ നമ്മൾ വിദ്യാഭ്യാസത്തെ തന്നെ മാറ്റണം. നേരത്തെ കൊടുക്കുന്ന രീതിയിൽ മാറ്റണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, NSSന്റെ പ്രവർത്തകർക്ക് എല്ലാവർക്കും, അതിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ അപർണ അടക്കമുള്ള എല്ലാവർക്കും, യൂണിറ്റ് ഭാരവാഹികൾക്ക് എല്ലാവർക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന മേഖലയിലെ മികച്ച വിദ്യാർത്ഥി കോർഡിനേറ്റർമാർക്കുള്ള ആദരവ് കോട്ടയം ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദു മോൾ നിർവഹിച്ചു. പ്രത്യേകിച്ച് രക്തദാനത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് നിങ്ങളുടെ പ്രയത്നം എത്ര കഠിനമാണെന്ന് എനിക്കറിയാം. ഈ 8000-ഓളം കുട്ടികളുള്ള ഈ ക്യാമ്പസിൽ ഓരോരുത്തരുടെയും ബ്ലഡ് ഗ്രൂപ്പുകൾ ഓർത്തിരിക്കാനും ഒപ്പം തന്നെ സ്പെസിഫിക് ആയിട്ട് ചില ബ്ലഡ് ഗ്രൂപ്പ്, നെഗറ്റീവ് ഗ്രൂപ്പുകൾ, AB അതൊക്കെ ഓർത്തിരുന്ന് ഓരോ ആവശ്യം വരുമ്പോൾ ഈ കുട്ടികളെ കണ്ടുപിടിച്ച് ആ ഒരു ജീവന്റെ കാര്യമായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ അവിടെ എത്തിച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എത്രമാത്രം മഹത്തരമാണ്, എത്ര ബുദ്ധിമുട്ടാണെന്നും കൂടി എനിക്കറിയാം. കാരണം ഞാനും മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. സ്വയം എനിക്ക് തോന്നുന്നത് ജനറൽ ഹോസ്പിറ്റലാണ്, മഹാരാജിന്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലാണ്. അവിടെ നിങ്ങൾക്കറിയാം ഏറ്റവും നിസ്വരായ രോഗികൾ വരെ വന്ന് അവിടെയാണ് ചെയ്യുന്നത്. ക്യാൻസർ വാർഡിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുകയാണ്. അന്നൊന്നും ഇത്രയും ഫെസിലിറ്റീസ് ഇല്ല. ഒരാളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ, അന്നെല്ലാം ഫോൺ പോലും ഇല്ല, ലാൻഡ് ഫോൺ പോലും ഇല്ല. ഒരു എമർജൻസി വന്നാൽ തൊട്ടടുത്തുള്ള അവൈലബിൾ നമ്പർ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് ഒരാൾ പോയി അയാളെ വിളിച്ചു കൊണ്ടുവന്ന് അതിനൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. മഹാരാജ് കോളേജ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ട്രസ്റ്റ്, BC ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ, ഈ മൂന്നുമാണ് ഞങ്ങളുടെ ഒരു ഈ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സ്ഥാപനം. അപ്പോൾ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ മഹാരാജ് പഠിക്കുമ്പോൾ കേരള ബ്ലഡ് ഡൊണേഷൻ KBDF ഒരു മെഗാ ഗ്രൂപ്പ് ഐഡന്റിഫിക്കേഷൻ ക്യാമ്പ് നടത്തിയിരുന്നു. കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ശശി ഗോപാലൻ, കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി മീഡിയ കോർഡിനേറ്റർ രാജീവ് പള്ളുരുത്തി, കളമശ്ശേരി കുസാറ്റ് NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ അപർണ ലക്ഷ്മണൻ, ക്യാബിനറ്റ് TA ഷെരീഫ്, ഷീജ സുധീർ, സുമിത്ര മധുസൂദനൻ, അരുൺ J, ജാസ്മിൻ റഫീഖ്, അജയ് ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. 20 വിദ്യാർത്ഥി ബ്ലഡ് കോർഡിനേറ്റർമാർക്ക് പുരസ്കാരം നൽകി. ന്യൂസ് 95 വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് നാസർ മൂലപ്പാടം.